40 കഴിഞ്ഞും ചെറുപ്പം നിലനിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ 10 തെറ്റുകൾ ഇന്ന് തന്നെ ഒഴിവാക്കണം. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ പോലും നിങ്ങളെ വളരെ വേഗം വയസ്സായതായി കാണിക്കും. 40 കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്വാഭാവികമായി പ്രായത്തിലേക്ക് കുറച്ച് വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് സ്കിൻ. ചെറിയ അശ്രദ്ധ പോലും വലിയ മാറ്റങ്ങളായി മുഖത്ത് പ്രകടമാകുന്ന ഒരു പ്രായം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു സൗന്ദര്യത്തിന് വേണ്ടി മാത്രമുള്ള ഒന്നല്ല, അതൊരു ആവശ്യകത കൂടിയാണ്. നമ്മൾ ഒരു പളുങ്ക് പാത്രം എത്ര ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുവോ അതുപോലെ തന്നെ വളരെ കരുതലോടും സ്നേഹത്തോടു കൂടിയും നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കേണ്ട ഒരു പ്രായമാണിത്. ചെറിയ തെറ്റുകൾ പോലും ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഡൾനെസ്, പിഗ്മെന്റേഷൻ എന്നിങ്ങനെ വലിയ പ്രശ്നങ്ങളായി മാറിയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന നിങ്ങളെ വയസ്സാക്കാൻ കാരണമാകുന്ന 10 തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതിൽ ഒന്നാമത്തെ വലിയൊരു തെറ്റെന്ന് പറയുന്നത് സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കാത്ത പക്ഷം നിങ്ങളുടെ സ്കിൻ വളരെ വേഗത്തിൽ ഡാമേജ് ആകാനും മുഖം പെട്ടെന്ന് വയസ്സായതായി കാണാനും സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ ഒരു ചിത്രം കാണിക്കാം. ഇത് കണ്ടോ? ഈ ചിത്രത്തിൽ കാണുന്ന മനുഷ്യൻ വർഷങ്ങളായിട്ട് ട്രക്ക് ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സൂര്യപ്രകാശം സ്ഥിരമായ ഒരു വശത്ത് തട്ടിയതുകൊണ്ട് അയാളുടെ മുഖത്തിന്റെ ആ ഭാഗം മാത്രം ഡാമേജ് ആവുകയും കൂടുതൽ പ്രായം തോന്നിക്കുന്നതുമായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സൂര്യപ്രകാശം എത്രത്തോളം നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് 40 വയസ്സിലേക്ക് കടക്കുമ്പോൾ ഇത് വളരെ വേഗം നമ്മളെ വയസ്സായി കാണിക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് സൺസ്ക്രീൻ ഒരിക്കലും ഒഴിവാക്കരുത്. ഏറ്റവും വലിയ ആൻറ്റി ഏജിങ് ക്രീം എന്ന് പറയുന്നത് സൺസ്ക്രീൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ 40കളിലേക്ക് നടക്കുന്ന ഒരാളാണെങ്കിൽ സൺസ്ക്രീൻ നിങ്ങൾ ഒഴിവാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രായമാകാൻ അത് കാരണമാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു തെറ്റെന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ഉപയോഗിക്കാതിരിക്കുന്നതാണ്. 40 കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ സ്വാഭാവികമായിട്ടുള്ള ഈർപ്പം വളരെ വേഗം നഷ്ടപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കാത്ത പലരുടെയും മുഖത്ത് വരണ്ടതും ചെറു വരകളും വളരെ വേഗം കാണാൻ തുടങ്ങും. പലപ്പോഴും ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് മുഖം പെട്ടെന്ന് ടയേർഡായി തോന്നുന്നത് എന്ന്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഹൈഡ്രേഷൻ ഇല്ലാത്ത സ്കിൻ പെട്ടെന്ന് ഡള്ളായും ഏജ്ഡായും തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന നല്ലൊരു മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ഓരോ സ്കിൻ ടൈപ്പിനും അനുയോജ്യമായിട്ടുള്ള മോയ്സ്ചറൈസറുകൾ വേറെയായിരിക്കും. അതിനാൽ ശരിയായത് തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ സ്റ്റെപ്പ് ഒരിക്കലും മറക്കരുത്. മോയ്സ്ചറൈസർ സ്കിന്നിന്റെ യുവത്വം പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മുഖത്തെ പ്രായം ബാധിക്കാൻ അത് കാരണമാകും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം മുഖം ക്ലീൻ ചെയ്യാതെ ഉറങ്ങുന്നതാണ്. ദിവസം മുഴുവൻ മുഖത്ത് സൺസ്ക്രീൻ, പൊടി, പൊല്യൂഷൻ, മേക്കപ്പ് എന്നിവ അടിഞ്ഞുകൂടിയിരിക്കും. ഇത് രാത്രി മുഴുവൻ സ്കിന്നിൽ തന്നെ തുടരുകയാണെങ്കിൽ പോർസ് ക്ലോഗ് ആവുകയും മുഖം ഡള്ളാവുകയും ചെയ്യും. 40 കഴിഞ്ഞാൽ സ്കിൻ റിപ്പയർ പ്രോസസ്സ് മന്ദഗതിയിലാകുന്നതിനാൽ ഇത്തരം അശ്രദ്ധകൾ വളരെ വേഗം ഏജിംഗ് സൈൻസായി മുഖത്ത് പ്രകടമാകും. മാത്രമല്ല ആവർത്തിച്ചിങ്ങനെ സംഭവിച്ചാൽ ചിലരിൽ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ പോലുള്ള കറുത്ത പാടുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിൽ പിഗ്മെന്റേഷൻ ഒന്നും വരാതെ നോക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് 40 കഴിഞ്ഞാൽ സ്കിൻ റിപ്പയർ സ്ലോ ആകുന്നതിനാൽ പാടുകൾ മാറാൻ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ കൃത്യമായി നിങ്ങൾ എല്ലാ ദിവസവും മുഖം ക്ലെൻസ് ചെയ്ത് വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ പ്രായത്തിന്റെ അടയാളങ്ങൾ വളരെ നിശബ്ദമായി നിങ്ങളിലേക്ക് കടന്നു വരും. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട തെറ്റെന്ന് പറയുന്നത് മുഖം അമിതമായിട്ട് സ്ക്രബ് ചെയ്യുന്നതാണ്. പലരും മുഖം നല്ല ഗ്ലോ ആകാൻ ദിവസവും സ്ക്രബ് ചെയ്യാറുണ്ട്. പക്ഷെ അതാണ് വലിയ തെറ്റ്. 40 കഴിഞ്ഞാൽ നമ്മുടെ മുഖം വളരെ ഡെലിക്കേറ്റ് ആയിരിക്കും. അധികമായി സ്ക്രബ് ചെയ്യുന്നത് സ്കിന്നിന്റെ നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് ലെയർ ഡാമേജ് ചെയ്യുകയും വരണ്ടതും റെഡ്നെസ് ഉള്ളതുമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഫൈൻ ലൈൻസ്, പിഗ്മെന്റേഷൻ, റിങ്കിൾസ് എന്നിവ കൂടുതൽ വേഗം കാണാൻ തുടങ്ങും. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 തവണ മാത്രം ജെന്റിൽ എക്സ്ഫോളിയേഷൻ മതി. കൂടുതൽ സ്ക്രബ് ചെയ്യുന്നത് ഗ്ലോ അല്ല, ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മുഖം നന്നാക്കാനായി നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം നിങ്ങളെ കൂടുതൽ വയസ്സാക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റെന്ന് പറയുന്നത് ഉറക്കക്കുറവും സ്ട്രെസ്സുമാണ്. 40 കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യുന്നതിൽ ഉറക്കത്തിന് വളരെ വലിയൊരു പങ്കുണ്ട്. രാത്രി ശരിയായി ഉറക്കം കിട്ടാത്തപ്പോൾ മുഖം ടയേർഡായും ഡള്ളായും തോന്നും. ഇത് കണ്ണിനടിയിൽ കറുപ്പ് വരാനും ഫൈൻ ലൈൻസ് കൂടുതൽ വിസിബിൾ ആകാനും സാധ്യതയുണ്ട്.
അതുപോലെ സ്ട്രെസ് കൂടുതലായാൽ ശരീരത്തിലെ കോർട്ടിസോൺ ഹോർമോൺ വർദ്ധിച്ച് സ്കിന്നിന്റെ നാച്ചുറൽ ഗ്ലോ കുറയുകയും ഏജിംഗ് സൈൻസ് വേഗത്തിൽ കാണാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് സ്കിൻ കെയർ പ്രോഡക്ട്സ് മാത്രം പോരാ, നല്ല ഉറക്കവും മനസ്സമാധാനവും ഈക്വലി പ്രധാനമാണ്. ഒരു ചിലവുമില്ലാതെ നമ്മളെ ചെറുപ്പമായി നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ആൻറ്റി ഏജിംഗ് റെമഡി നല്ല ഉറക്കമാണ്. അതുകൊണ്ട് ഉറക്കവും മനസ്സമാധാനവും നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക, പ്രായം അതിവേഗം നിങ്ങളെ ബാധിക്കുന്നു എന്നുള്ള കാര്യം. ആറാമത്തെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റെന്ന് പറയുന്നത് വെള്ളം കുറച്ച് കുടിക്കുന്നതാണ്. 40 കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനോടൊപ്പം തന്നെ സ്കിന്നിനും ഹൈഡ്രേഷൻ വളരെ പ്രധാനമാണ്. ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ അത് ആദ്യം പ്രകടമാവുന്നത് മുഖത്താണ്. മുഖം മങ്ങിയതും ടയേർഡായതും പോലെ തോന്നും. ഫൈൻ ലൈൻസ് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് സ്കിന്നിന്റെ ഗ്ലോ നിലനിർത്താനും മുഖം ഫ്രഷായി കാണാനും വളരെ പ്രധാനമാണ്. ഇത് ഒരു ചിലവുമില്ലാതെ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും മികച്ച ബ്യൂട്ടി തെറാപ്പിയാണ്. വെള്ളം നമ്മുടെ വീട്ടിൽ എപ്പോഴും ലഭ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലരും വേണ്ടത്ര വെള്ളം കുടിക്കാറില്ല. ഓരോരുത്തർക്കും അവരുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് വെള്ളം കുടിക്കണം. സാധാരണ 25 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഏകദേശം 1 ലിറ്റർ വെള്ളം എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. അതായത് 70 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ ഏകദേശം 3 ലിറ്റർ വെള്ളം വരെ കുടിക്കണം എന്നുള്ളതാണ്. ശരീരത്തിന് ഹൈഡ്രേഷൻ കിട്ടുമ്പോൾ അത് മുഖത്തും പ്രകടമാകും. മുഖം ഫ്രഷായും ബ്രൈറ്റായും കാണാൻ സഹായിക്കും. വെള്ളം തന്നെയാണ് സ്കിന്നിന്റെ നാച്ചുറൽ ഗ്ലോ തെറാപ്പി. അതുകൊണ്ട് ഏറ്റവും ലഭ്യമായിട്ടുള്ള വെള്ളം കുടിക്കാതെ ഇരുന്ന് പ്രായത്തെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. ഇനി ഏഴാമത്തെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റെന്ന് പറയുന്നത് കഴുത്തിനെയും കൈകളെയും അവഗണിക്കുന്നതാണ്. പലരും സ്കിൻ കെയർ ചെയ്യുമ്പോൾ മുഖത്ത് മാത്രം പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്ത് നിർത്തും. പക്ഷേ പ്രായത്തിന്റെ ലക്ഷണങ്ങൾ ആദ്യം പ്രകടമാകുന്നത് പലപ്പോഴും കഴുത്തിലും കൈകളിലുമാണ്. മുഖം എത്ര ബ്രൈറ്റ് ആയാലും ചെറുപ്പമായി സൂക്ഷിച്ചാലും കഴുത്തും കൈകളും കെയർ ചെയ്യാത്ത പക്ഷം ഏജ് വളരെ വേഗം പുറത്തു കാണും. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ആൻറ്റി ഏജിംഗ് പ്രോഡക്ട്സ് എന്നിവ മുഖത്തോടൊപ്പം തന്നെ കഴുത്തിലും കൈകളിലും അപ്ലൈ ചെയ്യുക. കൈകളിലേക്ക് സംരക്ഷണത്തിനായിട്ടുള്ള പാക്കുകളും അപ്ലൈ ചെയ്യുക. മുഖം മാത്രമല്ല, കഴുത്തും കൈകളും നിങ്ങളുടെ പ്രായം പറയുന്ന കണ്ണാടിയാണ്. അതുകൊണ്ട് മുഖം എത്ര നന്നായിരുന്നാലും കഴുത്തുകൾ ചുളിവുകൾ വീണതാണെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് പ്രായമുള്ള ഒരാളായി തോന്നിപ്പിക്കും. ഇനി എട്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു തെറ്റെന്ന് പറയുന്നത് വ്യായാമം ചെയ്യാതിരിക്കുന്നതാണ്. പലരും സ്കിൻ കെയർ പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് കരുതും. പക്ഷേ ശരീരത്തിന് ആവശ്യമായ മൂവ്മെന്റ്സ് ഇല്ല എങ്കിൽ അതിന്റെ പ്രതിഫലം മുഖത്ത് കാണാൻ സാധിക്കും. ദിവസവും കുറച്ചു നേരം നടക്കുന്ന ചെറിയ വ്യായാമങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും അതിലൂടെ മുഖത്തൊരു നാച്ചുറൽ ഗ്ലോ ലഭിക്കാനും സ്കിൻ കൂടുതൽ ഹെൽത്തിയായി കാണാനും സഹായിക്കും. മൂവ്മെന്റ്സ് ഇല്ലാത്ത ജീവിതശൈലി മുഖം ഡള്ളായും ടയേർഡായും തോന്നാൻ കാരണമാകും. ഒത്തിരിയൊന്നും വേണ്ട, വീടിന് ചുറ്റുമോ ടെറസിലോ ഒക്കെ നിങ്ങൾക്ക് നടക്കാവുന്നതാണ്. പല സ്ത്രീകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യായാമം വേണ്ടല്ലോ എന്ന്. പക്ഷേ വീട്ടുജോലിയും വ്യായാമവും ഒരുപോലെയല്ല. വീട്ടുജോലി നമ്മളെ തിരക്കിലാക്കും, പക്ഷേ അതൊരു ബേർഡൻ പോലെയാണ് അനുഭവപ്പെടുന്നത്. അതേസമയം വ്യായാമം ശരീരത്തിനും മനസ്സിനും വേണ്ടി നമ്മൾ മനഃപൂർവ്വം നൽകുന്ന ഒരു കെയർ ആണ്. എന്നാൽ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും മസിൽസ് കൂടുതൽ ആക്റ്റീവ് ആവുകയും ചെയ്യും. അതിനോടൊപ്പം മനസ്സിനും ഒരു ലൈറ്റ്നസ്, പോസിറ്റിവിറ്റി, ഫ്രഷ്നെസ് ഫീൽ ലഭിക്കും. വീട്ടുജോലി ശരീരത്തെ ക്ഷീണിപ്പിക്കാം, പക്ഷേ വ്യായാമം ശരീരത്തിന് ശക്തിയും മനസ്സിന് ഉണർവും നൽകുന്നു. അതുകൊണ്ട് വ്യായാമം ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പ്രായം വളരെ വേഗം നിങ്ങളിലേക്ക് കടന്നു വരും. ഇനി ഒൻപതാമത്തെ ഒരു പ്രധാനപ്പെട്ട തെറ്റെന്ന് പറയുന്നത് ഫോൺ എപ്പോഴും താഴേക്ക് നോക്കി ഉപയോഗിക്കുന്നതാണ്. ഇന്ന് നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ മറ്റൊരു അവയവം പോലെ മൊബൈൽ ഫോൺ ആയിത്തീർന്നിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുള്ളൊരു കാര്യമാണ് മൊബൈൽ ഫോൺ. മണിക്കൂറുകളോളം മുഖം താഴ്ത്തി നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് കഴുത്തിൽ വരകൾ രൂപപ്പെടാൻ കാരണമാകും. ഇതിനെ പലപ്പോഴും ടെക് നെക്ക് ലൈൻസ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് 40 കഴിഞ്ഞാൽ സ്കിൻ ഇലാസ്റ്റിസിറ്റി കുറയുന്നതിനാൽ ഈ വരകൾ കൂടുതൽ വ്യക്തമായി കാണാം. അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ തല താഴ്ത്താതെ ഇങ്ങനെ ഉപയോഗിക്കാതെ കുറച്ച് പൊക്കിപ്പിടിച്ച് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ കുനിഞ്ഞ് മണിക്കൂറുകളോളം നമ്മൾ മുഖം താഴ്ത്തി ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രായത്തിന്റെ അടയാളങ്ങൾ കഴുത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പത്താമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു തെറ്റെന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇല്ലാത്ത സ്കിൻ കെയർ റുട്ടീനാണ്. പലരും ഒരു പ്രൊഡക്റ്റ് 2 or 3 ദിവസം ഉപയോഗിച്ച് ഉടൻ റിസൾട്ട് പ്രതീക്ഷിക്കും. റിസൾട്ട് പെട്ടെന്ന് കാണാനില്ല എന്നുണ്ടെങ്കിൽ അത് നിർത്തുകയും വീണ്ടും മറ്റൊന്ന് ട്രൈ ചെയ്യുകയും ചെയ്യും. പക്ഷേ പ്രത്യേകിച്ച് 40 കഴിഞ്ഞാൽ സ്കിന്നിന് മാറ്റങ്ങൾ കാണിക്കാൻ സമയം വേണ്ടിവരും. ഒരു നല്ല സ്കിൻ കെയർ റുട്ടീൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രോഡക്ട്സ് പോലും ശരിയായ ഫലം നൽകുകയില്ല. അതുകൊണ്ട് പല പ്രോഡക്റ്റുകൾ മാറി മാറി ഉപയോഗിച്ചും കൃത്യമായി പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതെയും പ്രായത്തെ അതിവേഗം ക്ഷണിച്ചു വരുത്തരുത്. സ്കിൻ കെയറിൽ പ്രോഡക്ട്സിനേക്കാൾ ശക്തമായത് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് പല പ്രോഡക്റ്റുകൾ മാറി മാറി ഉപയോഗിച്ച് കൃത്യമായി പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതെയും പ്രായത്തെ അതിവേഗം ക്ഷണിച്ചു വരുത്തരുത്.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങളിൽ പലതും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അത് ചെറിയൊരു അശ്രദ്ധ പോലെ തോന്നാം, പക്ഷേ കാലക്രമേണ അതിൻ്റെ പ്രതിഫലം നമ്മുടെ മുഖത്തും ശരീരത്തിലും പ്രകടമാകാൻ തുടങ്ങും. പ്രായം കൂടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിനെ എത്രത്തോളം സാവധാനം മുൻപോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രായത്തെ കുറേയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താനും നിങ്ങളുടെ സ്കിന്നിനെ കൂടുതൽ യുവത്വത്തോടെയും ഫ്രഷായിട്ടും നിലനിർത്താനും സാധിക്കും. അത് സുന്ദരിയായ ഒരു സ്ത്രീയായി മാത്രമല്ല, ആത്മവിശ്വാസം നിറഞ്ഞ ഒരാളായി നിങ്ങളെ തന്നെ അവതരിപ്പിക്കാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.